എന്താണ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്? 1960കളുടെ മധ്യം മുതൽ ലോകത്തുണ്ടാകുന്ന വലിയ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. അതിന് വളരെ കൃത്യമായ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം, എല്ലാ മനുഷ്യർക്കും സമത്വവും സ്വാതന്ത്ര്യവും നീതിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആധുനിക ലിബറൽ ജനാധിപത്യത്തിലും എല്ലാവിധ അധികാരത്തിൽ നിന്നും പദവിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന പാർശ്വവൽകൃത വിഭാഗങ്ങൾ തങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ച് ലോകത്തോട് സ്വയം സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ലോകത്ത് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു വന്നത്. ലോകത്ത് കറുത്തവർ, ബ്ലാക്സ്, അതുപോലെ സ്ത്രീകൾ, വംശീയ ന്യൂനപക്ഷങ്ങൾ, ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവർ, ആദിമ ഗോത്രങ്ങൾ, ട്രാൻസ് വിഭാഗങ്ങൾ, ഇവരെല്ലാം തങ്ങളുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ച് ലോകത്തോട് സംസാരിക്കുവാൻ പുതിയൊരു സ്പേസ് കണ്ടെത്തിയതിലൂടെയാണ് പുതിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഉയർന്നു വന്നത്. യൂറോപ്യൻ, അമേരിക്കൻ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റുകൾക്കകത്താണ് പുതിയ സ്വത്വ പ്രവണതകൾ രൂപപ്പെട്ടു വന്നത്. ജനാധിപത്യ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും വാഗ്ദാനം ചെയ്തെങ്കിലും അത് നിറവേറ്റാൻ കഴിയാതെ വന്നപ്പോൾ ഈ അധികാരത്തിൽ നിന്നും സ്വത്തിൽ നിന്നും പദവിയിൽ നിന്നുമെല്ലാം പുറത്തു പോകേണ്ടി വന്ന അനാഥരായ വിഭാഗങ്ങൾ ലോകത്തോട് സംസാരിക്കാൻ കണ്ടുപിടിച്ച പുതിയൊരു മാർഗമായിരുന്നു പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന പ്ലാറ്റ്ഫോം. ഈ ഘട്ടത്തിലും ഭീകരമായ അസമത്വം നേരിട്ട ഈ ജനതയ്ക്ക് വ്യക്തികൾ എന്ന നിലക്ക് രാഷ്ട്രത്തോടോ ലോകത്തോടോ സമൂഹത്തോടോ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് സ്വത്വ പ്രസ്ഥാനങ്ങളായിട്ടാണ്, ഐഡൻറ്റിറ്റി മൂവ്മെൻറ്റുകളായിട്ടാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. അങ്ങനെ ലോകത്തെമ്പാടുമുണ്ടായ ആധുനിക ലിബറൽ ജനാധിപത്യ രാഷ്ട്ര വിമർശനത്തിൻ്റെ ഭാഗമായി വിവിധ സ്വത്വ പ്രസ്ഥാനങ്ങളായാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. ഇത്തരം പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നപ്പോൾ ലോകത്തിന് ആധുനിക ലിബറൽ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് സംഭവിച്ച അടിസ്ഥാനപരമായ കാര്യം, ഇന്നലെ വരെ നമ്മൾ ലോകത്തെക്കുറിച്ച് ധരിച്ചു വെച്ച എല്ലാം ഒന്നൊന്നായി അഴിഞ്ഞു വീഴുകയാണുണ്ടായത്. ലോകത്ത് കറുത്തവർ, ബ്ലാക്സ് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ആഫ്രിക്ക ഇരുണ്ടതല്ല എന്ന് ലോകത്തിന് മനസ്സിലായത്. യൂറോപ്പ് സൃഷ്ടിച്ച ഇരുണ്ട ആഫ്രിക്ക എന്ന സങ്കല്പത്തെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ തുടങ്ങുന്നത് കറുത്തവർ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്. ഞങ്ങളുടെ ക്രിസ്തു കറുത്തതാണ് എന്നവർ പറയുമ്പോഴാണ് എല്ലാ ആധുനിക ഉപബോധത്തെയും തച്ചു തകർക്കുന്നത്. സ്ത്രീകൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ജെൻഡർ ജസ്റ്റിസിനെ സംബന്ധിച്ച പുതിയ അറിവിലേക്ക് ലോകം കടക്കുന്നത്. അന്നുവരെ സാധാരണയായി കണ്ടിരുന്ന പല കാര്യങ്ങളും അക്രമങ്ങൾ ആയിരുന്നു എന്ന് അപ്പോഴാണ് ലോകത്തിന് തന്നെ മനസ്സിലായത്. ഇന്ത്യയിലെ ദളിതർ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഇന്ത്യക്കാർ വളരെ പാവനമായി കണ്ടിരുന്ന ജാതി പ്രവണത വളരെ ക്രിമിനലായിരുന്നു എന്ന് ഇന്ത്യക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ നമ്മുടെ സാമൂഹ്യ സങ്കല്പങ്ങളെയും മനുഷ്യ സങ്കല്പങ്ങളെയും മാറ്റി ആവിഷ്കരിക്കുന്ന കാര്യമായിരുന്നു പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ന്യൂ സോഷ്യൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1960കളിൽ ഉണ്ടായ, ലോകത്ത് തന്നെ ഉണ്ടായ പുതിയ പ്രവണതയായിരുന്നു. ആധുനിക ജനാധിപത്യ സംവിധാനങ്ങൾ എല്ലാ മനുഷ്യർക്കും നീതിയും സ്വാതന്ത്ര്യവും സമത്വവും ഉണ്ടാക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ആധുനിക ജനാധിപത്യ രാഷ്ട്ര വ്യവസ്ഥയിലും പുറത്താക്കിയ മനുഷ്യർ തങ്ങളുടെ പങ്ക് ചോദിച്ചു വന്നതിനെയാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. 1960കളിലാണ് ഈ ഒരു പ്രവണത ലോകത്തുണ്ടായത്. ലോകത്തെ ബ്ലാക്സ്, സ്ത്രീകൾ, അധസ്ഥിത ജനവിഭാഗങ്ങൾ, അതുപോലെ ട്രാൻസ് വിഭാഗങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ തങ്ങളുടെ പങ്ക് ചോദിച്ചതിനെയാണ്, തങ്ങളുടെ പങ്ക് ചോദിച്ചുകൊണ്ട് സ്വത്വ പ്രസ്ഥാനങ്ങളായി ഉയർന്നു വന്നതാണ് പുതിയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെന്ന ലോകത്ത് പുതിയ പ്രവണത ഉണ്ടായത്.